ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ലീവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ദിലുവിന് സ്കൂളിൽ ലീവാണ് കേട്ടോ, മോളിന് സ്കൂളുണ്ട്. അപ്പം അങ്ങനെ ഓട്ടട ചുട്ടെടുക്കണുണ്ട്. അതിനിടയിൽ ഞാൻ ഓട്ടടയ്ക്ക് കറി ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടടയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു കട്ടൻ ചായ ഉണ്ടായാലും നല്ലൊരു ടേസ്റ്റ് ആണില്ലേ. അപ്പോൾ ഇവിടെ മക്കൾക്ക് കറി വേണം കേട്ടോ. അപ്പോൾ കറി ഇല്ലെങ്കിലും ഇങ്ങനെ തേങ്ങാപ്പാലെങ്കിലും വേണം കേട്ടോ. മിഷുവിനും മോനിനും വേണം കേട്ടോ. അപ്പോൾ വേറെ ആർക്കും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഓല് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് ലൂസായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ലൂസാക്കി എടുത്തുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ അവിടെ റെഡിയായി വെച്ചു. പിന്നെ ഓട്ടട അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടട നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടടൻ്റെ ഒരു നല്ല ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ആളുകൾ വാച്ച് ചെയ്യലുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കിയിട്ട് ഒന്ന് കടന്നുറങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ പണിയൊക്കെ. അപ്പോൾ ഓട്ടട നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതേപോലെ തന്നെ കറിയൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഉണ്ടാക്കുന്ന ഇടയിൽ നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാനും പറ്റൂലേ. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടട റെഡി ആയിക്കണ്ടോ. പിന്നെ അങ്ങനെ ചായയും കടിയായപ്പോൾ തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ കുടിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടടയൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ പിന്നെ വലിയ അർജൻറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് അങ്ങനെ പണിയൊക്കെ എടുക്കുക വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചായ കുടിക്കാൻ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൂസായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി മീഷും മോനും വന്നവർക്ക് പിന്നെ നല്ലോണം മുക്കി പരാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തേങ്ങാപ്പാൽ ഓട്ടടയും കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെന്താ ഓട്ടടയൊക്കെ ഉണ്ടാക്കലെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിക്കലുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മുറ്റടിച്ച് വരാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അയൽവാസിൻ്റെ കറുത്ത മരമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഞാനിന്ന് ലീവൊക്കെ അല്ലേ വിചാരിച്ചിട്ട് ഈ റോഡൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ലീവുള്ള ദിവസങ്ങളിൽ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഡ്യൂട്ടിയുള്ള സമയങ്ങളിലൊക്കെയാണ് ഞാൻ ഈ ഒരു വഴി അടിച്ച് വരല് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം എന്തായാലും ഈ വഴി ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അധികം ചമ്മലൊന്നുമില്ല, പക്ഷെ ഇവിടെ തെങ്ങിൻ്റെ പൂവ് ചാടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അടിച്ച് വരാനായിട്ട് ഇതാ മേലേക്ക് പോവാണ് കേട്ടോ.
ഇളയച്ചിനോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളെ തറവാട്, ഈ റോഡിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ മുറ്റടിച്ച് വാരുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട് കേട്ടോ രണ്ടാൾ. അപ്പോൾ ഓൾ അവിടെയും മുറ്റടിച്ചു, ഞാൻ ഇവിടെയും മുറ്റടിച്ചു. അപ്പോൾ രണ്ടാൾക്കും നല്ല ധൃതിയിലാണ്, ഓൾക്കും ധൃതിയാണ്, അപ്പോൾ എനിക്കും ധൃതിയിലാണ്. അപ്പോൾ ഉള്ള നേരത്തെ അങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എന്നൊന്നും ഇവിടെ അടിച്ചു വരലില്ല കേട്ടോ. അപ്പോൾ ലീവുള്ള ദിവസങ്ങളിൽ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഡ്യൂട്ടിയുള്ള സമയത്തൊക്കെ ഇട്ട് അടിച്ചു വരില്ല. അപ്പോൾ ലീവുള്ള ദിവസം ഇവിടെ അടിച്ചു വരിയിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയാടാ കേട്ടോ. അധികം ചമ്മലൊന്നും ഇല്ലെങ്കിലും ലീവ് ഉണ്ടായിട്ടും അടിച്ച് വാരില്ലല്ലോ എന്നുള്ളൊരു പൊറുതിയാടാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം അടിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ റോഡ് അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ മുറ്റം നമുക്ക് കുറച്ചുള്ളല്ലോ. അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വരിയിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഇന്നത്തെ ദിവസം അടുപ്പത്ത് തന്നെ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മേലേക്ക് വിറകെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിറകൊക്കെ മേലെയുണ്ട് വെക്കൽ. അപ്പോൾ നമുക്ക് താഴെ അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വിറകൊക്കെ മേലെയുണ്ട് വെക്കൽ. അപ്പോൾ എടുത്ത് കൊണ്ടുവരാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളല്ലോ വിറകിന് വെക്കൽ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിക്കുണ്ട് അടുപ്പത്ത് തീ പിടിപ്പിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുകയൊക്കെ ഇങ്ങോട്ട് മുന്നിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്ന് മുന്നിൽ കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ അടുപ്പിനൊക്കെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ എന്നും തീ മൂട്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ 2-3 ദിവസമൊക്കെ തീ പിടിപ്പിക്കാതെ പിന്നെ പിടിപ്പിക്കുമ്പോൾ കാണാൻ മുമ്പൊക്കെ ഇങ്ങോട്ട് പുക വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറാലെന്തോ കെട്ടുകയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് മിന്നി കൊടുത്തപ്പോൾ പിന്നെ ശരിയായിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടുപ്പൊക്കെ നല്ല അടുപ്പ് തന്നെയാണ് കേട്ടോ. എന്നാലും ചിലപ്പോൾ ഒരു മുന്നിക്കൊരു പുക വരുന്നൊരു ഇതുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തീയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വിറകൊക്കെ തണുത്ത് കിടക്കല്ലേ. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകൊക്കെ നനഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചൊരു പണിയുണ്ട് തീ പിടിച്ച് കിട്ടാൻ. ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ വെള്ളമൊക്കെ ചൂടായപ്പോൾ വേഗം അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ശനിയാഴ്ച ലീവാണ് ഉണ്ടാവില്ല, പക്ഷേ ഇന്നും ഒരു സ്കൂളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മോന് സ്കൂളിൽ പോകാൻ റെഡി ആയിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അരി ഇട്ട് കൊടുത്തിക്കണേ. അപ്പം അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം വിഷുവിന് ചായ കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ടോ.
ഓട്ടടയും തേങ്ങാപ്പാലൊക്കെ നല്ല ഇഷ്ടമായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം എനിക്ക് ഈ ഓട്ടട ഒന്ന് ചെറിയ പീസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓന് പെട്ടെന്ന് കഴിച്ചോളൂ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെറിയൊരു പീസാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ പീസായി കൊടുത്തപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞത് കുറച്ചും കൂടിയും പാല് പാരും വെച്ച് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവനക്ക് കുറച്ചും കൂടി അങ്ങനെ തേങ്ങാപ്പാൽ പാർന്ന് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ വിഷുവിന് ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീഫൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബീഫ് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോറൊക്കെ വെന്തിക്കണം. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്ത് തന്നെ ബീഫും വെക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ ബീഫ്. അപ്പോൾ പിന്നെ ഞാൻ ബീഫ് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയിലാണ് കേട്ടോ ബീഫ് വെക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചതച്ചിട്ട് ഇട്ട് കൊടുക്കലുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാനിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച കൊണ്ടുവന്ന ബീഫിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു 1/2 കിലോ ബീഫൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഒരു 2 സ്പൂണും പിന്നെ മുളക് പൊടി 1 സ്പൂണും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ജീരകമൊക്കെ പൊടിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇതിലിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ചതച്ചിട്ടിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇതിൽ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ കുക്കിങ്ങൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ബീഫ് നല്ല പോലെ ഉണ്ട് വേവിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ബീഫ് വെന്തതിന് ശേഷം പിന്നെ വെല്ലുള്ളി വാട്ടിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ബീഫ് അവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ കറിക്കുള്ള ചിരങ്ങ കട്ട് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടോ. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെള്ള ചിരങ്ങക്കറി ഇല്ലാതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പുളിയൊന്നും ഇടാതെ നല്ല ജീരകവും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി വെള്ളക്കറി. അപ്പോൾ അതേപോലത്തെ കറിയായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ കറി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചിരങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരങ്ങ അധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരങ്ങ കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച മോരുകറി പോലെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ചിരങ്ങ താളിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ചിരങ്ങ പുളിയൊന്നും ഇടാതെ തേങ്ങ അരച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പുളിയൊന്നും ഇടാത്ത തേങ്ങ അരച്ച കറിയായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ലീവൊക്കെ ഇല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അരച്ചിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ടൊന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചിരങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിരങ്ങ കഴുകിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലും ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ.
അപ്പം അങ്ങനെ ചിരങ്ങൊക്കെ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറിക്ക് അപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഈ കരപ്പ് തയ്യാറാക്കാനായിട്ട് നല്ല ജീരകം പിന്നെ വെളുത്തുള്ളി 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ടോ. അപ്പം അങ്ങനെ കുക്കർ ഗ്യാസിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പയറൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. അപ്പം അങ്ങനെ പയറൊന്ന് കഴുകിയിട്ട് വെക്കുകയാണ്. അപ്പം അങ്ങനെ പയറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേഗം പയറുപ്പേര് റെഡിയാക്കാം. അപ്പോൾ പയറുപ്പേര് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പയറങ്ങനെ ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ പയറുപ്പേരിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് തേങ്ങയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാവുമ്പോൾ ഇട്ട് കൊടുക്കില്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത രീതിയിൽ അങ്ങനെയുണ്ട് ഞാൻ ചെയ്യൽ. അപ്പം അങ്ങനെ പയറുപ്പേരി ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ടോ. പയറുപ്പേരൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് നമ്മളെ ചിരങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി അവിടെ തിളക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ബീഫിക്ക് ഉള്ളി വാട്ടിയിടാൻ വേണ്ടിയിട്ട് 2 വെല്ലുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മളെ കറിയൊക്കെ തളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കറി ഒന്ന് വറവിട്ടെടുക്കാനായിട്ട് നിന്നിട്ടുണ്ടോ. RCMന്റെ തവിടെണ്ണയുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ചട്ടിക്ക് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കടുക് ഇട്ടിട്ട് അങ്ങനെ കറി വറവിട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി കറിയാണ് കേട്ടോ ഇത്. പിന്നെ ബീഫിക്ക് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടിക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി. അപ്പം അങ്ങനെ ഉള്ളി വാടി വന്നപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി വാടിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ചട്ടിയിലാകെ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പം ബീഫിക്ക് പിന്നെ ഉള്ളി വാടിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബീഫിലിങ്ങനെ കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആയ രീതിയിലാണ് ഇട്ടൊന്ന് ബീഫ് വരട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് വൈകുന്നേരം ഇവിടെ കുറച്ച് പൂളുണ്ട് കേട്ടോ. അപ്പോൾ ആ പൂളേക്ക് കുട്ടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായക്ക് പൂള റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ പിന്നെ അതിക്ക് ബീഫിൻ്റെ ഈ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളൂ വിചാരിച്ചിട്ട് ഞാൻ ബീഫ് കുറച്ച് ഗ്രേവി ആയ രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ബീഫൊക്കെ നന്നായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളിയൊക്കെ വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് വരട്ടൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ അടുപ്പത്ത് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അകൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് നിന്നിട്ടുണ്ടോ. അപ്പോൾ തീരും അകൊക്കെ ഒന്ന് അടിച്ചെടുത്ത് നിന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടൈൽസ് വെള്ളമായതുകൊണ്ട് ഒറ്റ തുടക്കുന്നു ശരിയായിക്കൊണ്ടല്ലോ. 2-3 പ്രാവശ്യം തുടച്ചെടുത്തിട്ടുണ്ടോ. നല്ല ചളിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുടക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടോ. അപ്പോൾ ബീഫ് വരട്ടൊക്കെ ഇതാ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ.
അപ്പോൾ ബീഫും തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.